കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു സ്ലറി ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു, ജൈവ സ്ലറി. അതിനിപ്പം എങ്ങനെയാണ് നമ്മുടെ കൃഷിക്ക് ഉപയോഗിക്കേണ്ടതെന്നും അത് ഏത് അളവിൽ ഉപയോഗിക്കേണ്ടതെന്നും ഉള്ള ഒരു വീഡിയോ ആണ്. ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനിസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മുടെ ജൈവ സ്ലറി കുറേ പേർക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയത്തില്ലായിരുന്നു. അതിന് പ്രകാരം ഞാൻ വീണ്ടും നേരത്തെ ഇട്ടിട്ടുള്ള വീഡിയോ ആണ്, എന്നാലും വീണ്ടും ഒന്നുകൂടെ കാണിച്ചു. അപ്പം പിന്നെ അതിനകത്ത് കുറേ പേർക്ക് ഡൗട്ടുണ്ട്. ഞാൻ എല്ലുപൊടി ഇട്ടില്ല, പിന്നെ അതുപോലെ തന്നെ അത് എത്ര ദിവസം ഉപയോഗിക്കാം, എങ്ങനെ ഏത് അളവിൽ ഉപയോഗിക്കാം എന്നൊക്കെ ഉള്ളതായ കുറേ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ജൈവ സ്ലറി ഉണ്ടാക്കി 7 ദിവസം നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഇപ്പം നമുക്ക് എപ്പോഴാണോ സമയമുള്ളതെന്ന് വെച്ചാൽ അത് കലക്കി കൊടുക്കണം. നന്നായിട്ട് ഒരു സൈഡ് തന്നെ നമ്മൾ ഇളക്കി കൊടുത്തിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്നതായ നമ്മുടെ ജൈവ സ്ലറി ഇതാണ്ട് ഇവിടെ ഇങ്ങനെ റെഡി ആയിരിക്കുകയാണ്. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് മിനിസ് ലൈഫ് സ്റ്റൈൽ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വിത്തുകളും ഗ്രോബാഗുകളൊക്കെ കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minisLifestyle.com എന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലതിനും ഗ്രോബാഗും അതുപോലെ തന്നെ വിത്തുകളും ഒക്കെ വാങ്ങിക്കാവുന്നതാണ്. നമ്മുടെ സൂപ്പർ സാധനമാണ്. ഇപ്പം ജൈവ സ്ലറി എന്ന് പറഞ്ഞാൽ നമ്മൾ ചാണകം കലക്കി ഉണ്ടാക്കുന്ന സംഭവമാണ്. ഇപ്പം നമ്മൾ പെർഫ്യൂം ഒന്നുമല്ല ഉണ്ടാക്കി കലക്കി വെച്ചിരിക്കുന്നത്. ഇപ്പം അത്യാവശ്യം ഒരു ചെറിയൊരു സ്മെല്ല് വരും, എന്നാലും പണ്ടത്തെ കൂട്ടുള്ള സ്മെല്ലൊന്നുമില്ല. കാരണം പണ്ട് നമ്മൾ ശർക്കര ഇടാതെ ഉണ്ടാക്കിയതിനകത്തൊക്കെ നല്ല സ്മെല്ല് വരുമായിരുന്നു. ഇപ്പോൾ ശർക്കര ഇടുന്നുണ്ട്, അങ്ങനെയുള്ള സ്മെല്ല് അധികമായിട്ടൊന്നും ഇല്ല. ഇത് നമ്മൾ നന്നായിട്ട് കലക്കിയതിന് ശേഷം അതുകൊണ്ട് നന്നായിട്ട് ഇപ്പം നമ്മളത് ജൈവ സ്ലറി ഉണ്ടാക്കിയ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്, എങ്കിലേ അത് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ അതും അതിൻ്റെ ക്ലിപ്പ് ഒന്ന് കാണിച്ചേക്കാം. ഇപ്പം നമ്മുടെ ചീരയ്ക്ക് മാത്രമല്ല കേട്ടോ, എല്ലാ പച്ചക്കറികൾക്കും ഫ്രൂട്ട്സ് മരങ്ങൾക്കും ഈ ജൈവ സ്ലറി അടിപൊളിയാണ്. ഇപ്പം ഞാൻ ഇതിനകത്ത് ചാണകമാണ് ഇടുന്നത്. ചാണകം വെറും പച്ച ചാണകം എന്ന് വെച്ചാൽ അന്നുള്ള ചാണകം കിട്ടാച്ചിരി ബുദ്ധിമുട്ടാണ്. ഇപ്പം ഇവിടെ കിടന്ന് നമ്മൾ വാങ്ങിച്ച ചാണകമാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം ചാണകം സ്വല്പം കൂടിയാലും കുഴപ്പമില്ല, അതൊരു 2-3 കിലോ കാണുമായിരിക്കും. അപ്പോൾ അതിനകത്ത് നമ്മുടെ കപ്പലണ്ടി പിണ്ണാക്കാണ്, കപ്പലണ്ടി പിണ്ണാക്ക് അല്ലെങ്കിൽ കടലപ്പിണ്ണാക്കെന്ന് പറയും, അത് 1 കിലോ അതിനകത്തോട്ട് ഇടാം. ഞാൻ നേരത്തെയൊക്കെ കാണിച്ചിട്ടുണ്ട്, പുതിയവർ വന്ന് കുറേ പേര് ഇങ്ങനെ പറയുന്നുണ്ട് ജൈവ സ്ലറി ഉണ്ടാക്കുന്നതൊന്ന് കാണിച്ചു തരണമെന്ന്. അപ്പോൾ അതിന് പ്രകാരമാണ് നമ്മൾ വീണ്ടും ഇത് കാണിക്കുന്നത്. അപ്പോൾ ഇനി അടുത്തെന്ന് പറഞ്ഞാൽ വേപ്പിൻ പിണ്ണാക്കാണ്. കണ്ടോ, വേപ്പിൻ പിണ്ണാക്ക് ഇങ്ങനെ ഇരിക്കും, കണ്ടോ. അപ്പോൾ അത് എന്താണ്, അത് ഞാനകത്തോട്ട് ഇടാം. ഇത്രയും സാധനം നമ്മൾ ബക്കറ്റിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ കൂടെ ഒരു സാധനങ്ങളുള്ളത് ശർക്കരയാണ്. ഒരു കൊച്ചു ശർക്കര എടുത്തിട്ടുണ്ട്, അതുകൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഒരു സ്വല്പം പൊടിയും കൂടി ഇതിനകത്ത് കിടപ്പുണ്ട്, അതുകൂടെ അങ്ങ് ഇട്ട് കൊടുക്കുക. ഇനി അതിനകത്ത് നമുക്ക് വെള്ളം ഒഴിക്കാം. അതിനകത്തോട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ബക്കറ്റിൽ ഒരു 3/4 ഭാഗം വെള്ളം എടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ചാണകം, പിന്നെ ഈ കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, ശർക്കരയ്ക്കകത്തെല്ലാം തന്നെ നമ്മുടെ ചെടിക്ക് വീണത് നൈട്രജൻ, കാൽസ്യം, ഫോസ്ഫറസ് എന്ന് വേണ്ട എല്ലാ സംഭവങ്ങളും, ഒരു NPK വളത്തിന് തുല്യമായിട്ടുള്ള സംഭവങ്ങളാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. അപ്പം വെള്ളം നിർത്താം. എന്നിട്ട് അതിന് ശേഷം എന്ത് വേണമെന്നറിയാമോ, നമ്മളിങ്ങനെ ഒന്ന് കലക്കി കൊടുക്കണം. 5 മുതൽ 7 ദിവസം വരെ നമുക്കിതിങ്ങനെ കലക്കി കൊടുക്കേണ്ടി വരും. ഇപ്പോൾ 5-ാം ദിവസം മുതൽ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം, നമുക്ക് യൂസ് ചെയ്യാം. അതൊരു 7 ദിവസം ഇരിക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് സൂക്ഷ്മജീവികളൊക്കെ വർദ്ധിച്ച് നമ്മുടെ ചെടികൾക്ക് വേണ്ടതായ എല്ലാ പോഷകങ്ങളും അതിനകത്ത് ഉണ്ടായിരിക്കും. ഇത് ഒരു സൈഡിലോട്ട് കലക്കണമെന്നാണ് ഇതിങ്ങനെ പറയുന്നത്. 2 സൈഡിലോട്ട് കലക്കുമ്പോഴത്തേക്ക് ആ സൂക്ഷ്മജീവികളൊക്കെ നശിച്ചു പോകാനായിട്ട് ഇടയാവും. അപ്പോൾ അത് ഒരേ സൈഡിൽ തന്നെ ഇളക്കാനായിട്ട് ശ്രമിക്കുക. എന്നും രാവിലെ നിങ്ങൾക്ക് എപ്പോഴാണോ സമയം, രാവിലെ ആണെങ്കിൽ രാവിലെ, അതല്ല വൈകുന്നേരം എന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് വന്ന് ഇതേപോലെ ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ഒന്ന് കറക്കി കൊടുക്കണം. കാരണം അതെല്ലാം നന്നായിട്ട് ലയിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കറക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് കറക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് അടച്ച് വയ്ക്കണം. അടച്ച് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കൊതുകൊക്കെ ഒന്ന് മുട്ടയിട്ട് ഇതിനകത്ത് പുഴുക്കളൊക്കെ ആകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് അടച്ച് ഒരു തണലുള്ള ഭാഗത്തോട്ട് എടുത്ത് വയ്ക്കുക, അല്ലെങ്കിൽ നമ്മളത് മൂടി വയ്ക്കുക. അപ്പോൾ ഞാൻ എല്ലുപൊടി ചേർക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ചീരയ്ക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് എല്ലുപൊടി നമ്മൾ ഉപയോഗിക്കുകയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതിനകത്ത് പൂക്കളൊക്കെ ഉണ്ടാകും.
പെട്ടെന്ന് അങ്ങ് മുറ്റിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ എല്ലുപൊടി ചേർക്കാതിരുന്നത്. അപ്പം പല രീതിയിൽ പല സാധനങ്ങളിട്ടിട്ട് നമുക്ക് സ്ലറി ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇപ്പം ചാണകം ഇല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ കഞ്ഞിവെള്ളത്തിനകത്ത് നമ്മുടെ ശീമക്കൊന്നയുടെ ഇല ഇട്ടിട്ട്, ചാണകത്തിന് പകരം ശീമക്കൊന്നയുടെ ഇല ഇട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ലറി ഉണ്ടാക്കാം. പിന്നെ അതും ഇല്ലയെന്നുണ്ടെങ്കിൽ, ചാണകം ഇല്ലയെന്നുണ്ടെങ്കിൽ കഞ്ഞിവെള്ളത്തിൽ മാത്രം നമുക്ക് ഈ കടലപ്പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും ഒക്കെ കലക്കിയിട്ട് സ്ലറി ഉണ്ടാക്കാം. അങ്ങനെ പിന്നെ ചാണകവും വേപ്പിൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കും എല്ലുപൊടിയും ഇട്ടിട്ടും ഇത് നമുക്ക് നമ്മുടെ ഈ സ്ലറി ഉണ്ടാക്കാം. അങ്ങനെ പല രൂപത്തിൽ നമുക്ക് സ്ലറികൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്, ഇപ്പോൾ ഇത് എല്ലാ ചെടികൾക്കും ചെറുതിനും വലുതിനും എല്ലാം ഉപയോഗിക്കത്തക്ക രീതിയിലുള്ളതായ സാധനങ്ങളാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. ഒരു 2-3 കിലോ ചാണകം, അതിപ്പം പച്ച ചാണകം നമ്മുടെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഉണങ്ങിയതായാലും കുഴപ്പമൊന്നുമില്ല. അതൊരു 7 ദിവസം ഈ വെള്ളത്തിൽ കിടക്കുമ്പോഴത്തേക്കും നല്ലതുപോലെ അങ്ങ് അലിഞ്ഞോളും. പിന്നെ 1 കിലോ കടലപ്പിണ്ണാക്ക്, 1 കിലോ വേപ്പിൻ പിണ്ണാക്ക്, ഒരു 200-250 ഗ്രാം ശർക്കര എന്നിവയാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും ഇല്ലാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറുപയർ വേണമെങ്കിൽ പൊടിച്ച് ചേർക്കാം, വൻപയർ അങ്ങനെയുള്ളതായ പയർ വർഗ്ഗങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ കടലപ്പിണ്ണാക്കിന് പകരമായിട്ട് ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ കപ്പലണ്ടി വേണമെന്നുണ്ടെങ്കിലും അരച്ച് ഇതിനകത്ത് ചേർക്കാം, പൊടിച്ച് ഇതിനകത്ത് ഇട്ടിരുന്നാലും മതിയാകും. അപ്പോൾ എൻ്റെ സ്ലറി എന്ന് പറഞ്ഞാൽ നല്ലൊരു ലേഹ്യം പരുവത്തിലാണ് ഇരിക്കുന്നത്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ. നല്ല ഇത്ര കലക്കിയിട്ടും നന്നായിട്ട് നല്ല ലേഹ്യം മാതിരി. ഇതിപ്പം കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഒന്നുകിൽ അതിരാവിലെ കൊടുക്കണം, അല്ലെങ്കിൽ വൈകുന്നേരത്തെ സമയത്ത് കൊടുക്കണം. അപ്പം നമ്മളും ഒരു ലേഹ്യമൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ രാവിലെ കഴിക്കും, അല്ലെന്നുണ്ടെങ്കിൽ രാത്രി കിടക്കാൻ നേരം കഴിക്കും അല്ലേ, എങ്കിലേ അത് നമ്മുടെ ശരീരത്തെ പിടിക്കത്തുള്ളൂ. അപ്പോൾ ഇത്രയും ഞാൻ എടുക്കുകയാണ്. എടുത്തിട്ട് നമ്മുടെ ഒരു ബക്കറ്റിനകത്തോട്ട് ഒഴിക്കാം. ഇതിന് നമ്മുടെ ചെടിയുടെ വലുപ്പത്തിനനുസരിച്ച് വേണം നമ്മൾ കൊടുക്കാനായിട്ട് ഡൈല്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഈ ഒരു ബക്കറ്റ് നിറച്ചൊഴിച്ചാലും നന്നായിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇരിക്കും, നല്ല കട്ടിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം കുറച്ചുകൂടെ വെള്ളം അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം കുറേ കൂടെ വെള്ളം അതിനകത്ത് ചേർത്തിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 20 ലിറ്ററിൻ്റെ ബക്കറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു മഗിനിപ്പം 20 തികച്ചെടുത്തിട്ടില്ല. അപ്പോൾ ഒരു 18 ലിറ്റർ വെള്ളമെങ്കിലും ഇതിനകത്ത് കാണും. അപ്പം നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എത്രമാത്രം വെള്ളം ചേർത്താണോ സ്ലറി ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് വേണം നമ്മൾ വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ എൻ്റെ സ്ലറി നന്നായി കുറുകിയിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയും വെള്ളം ചേർത്തത്. ലൂസായിട്ടിരിക്കുക എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്താൽ മതി. ഇത് ഞാനിപ്പോൾ ചീരയ്ക്കാണ് കൊടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ഒരു മഗ് എടുത്തിട്ട് നമുക്ക് 2 മൂടിനെങ്കിലും നമുക്കിത് കൊടുക്കാം. ചീരയ്ക്കൊക്കെ ഏറ്റവും നല്ലൊരു വളമാണ് കേട്ടോ. ഈ ചൂടുകാലത്തൊക്കെ ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചീരയൊക്കെ നല്ല അടിപൊളിയായിട്ട് വളർന്നു വരും. ഇതെൻ്റെ ചെമ്പട്ട് ചീരയാണ്, നല്ല അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത്. ഇന്നതിൻ്റെ 2-3 എടുത്തിട്ട് എനിക്ക് കറിയും വയ്ക്കണം. നമ്മുടെ മയിൽപ്പീലി ചീര. ഇനി അടുത്ത് നമ്മുടെ തക്കാളിക്ക് കുറച്ച് കൊണ്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് വരാം. ഇനി അടുത്ത് നമ്മുടെ തക്കാളിയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം വിളവെടുത്ത് നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇതേപോലെ ജൈവ സ്ലറി ഉണ്ടാക്കിയതും അതുപോലെ കിച്ചണിലെ വേസ്റ്റ് കൊണ്ടുവന്നിട്ട് കലക്കി അത് ഒഴിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന് ഒരു മഗ്, നമ്മുടെ തക്കാളിയൊക്കെ കുറച്ച് വലുതാണല്ലോ, കുറച്ച് ഇങ്ങനെ 1 കപ്പ് അങ്ങ് ഒഴിക്കാം. ചെടികളുടെ വലിപ്പത്തിനനുസരിച്ച് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ എല്ലാത്തിനും ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ചെറുതക്കാളിയൊക്കെ നല്ല ഇഷ്ടം പോലെ നിൽപ്പുണ്ട്. ഇനി അടുത്ത് നമ്മുടെ വഴുതനയ്ക്കാണ്. ഇതെല്ലാം നമ്മുടെ തക്കാളിയൊക്കെ ഇഷ്ടം പോലെ പിടിച്ച് നിൽപ്പുണ്ട് കണ്ടോ. അപ്പോൾ ഈ സ്ലറിയൊക്കെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കായൊക്കെ പിടിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ തക്കാളി വിളവെടുത്തത് കാണിച്ചതേ ഉള്ളൂ. പിന്നെ ഇഷ്ടം പോലെ തക്കാളിക്ക് ആയിട്ടുണ്ട്. ഇത് കണ്ടോ, എൻ്റെ കോളിഫ്ലവർ കിളിച്ച് വന്നേക്കുന്നത് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമല്ലേ, ഇവരിങ്ങനെ ചിരിച്ച് നമ്മളെ നോക്കി ചിരിച്ചുകൊണ്ട് ഇറങ്ങി വരുന്ന മാതിരിയാണ്. അപ്പോൾ അവരുടെ ചുവട്ടിലും കൂടെ നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതൊക്കെ ഒരാഴ്ച 2 പ്രാവശ്യം കൂടെ ഒഴിച്ചു കൊടുക്കാമെങ്കിൽ ഉണ്ടല്ലോ ടപ്പേന്നെല്ലാം ഞാൻ വളർന്നു വരും. പിന്നെ ഇവിടെ നമ്മുടെ ക്യാബേജും അതിനും കൊടുക്കാം 1 കപ്പ്. അതെല്ലാം നല്ല ക്യാബേജായി വന്നിട്ടുണ്ട്, പറിക്കാറായിട്ടില്ല.
ഈ ക്യാബേജ് എല്ലാം ഇവിടെ നിൽപ്പുണ്ട്, എല്ലാത്തിനും ഒഴിക്കണം. ഇനി നമുക്ക് കുറച്ച് വഴുതന നിൽപ്പുണ്ട്, അതിനൊഴിക്കണം. അപ്പം നമ്മൾ തറയിൽ നട്ടിരിക്കുന്നത് നമ്മുടെ വഴുതനയാണ്. അപ്പം കുറേ പ്രാവശ്യം ഞാൻ ഇത് കാണിച്ചിട്ടുള്ളതും അതേപോലെ തന്നെ വിളവെടുത്തിട്ടുള്ളതുമാണ്. ഇനി ഇതിനകത്ത് ഇഷ്ടം പോലെ നിൽപ്പുണ്ട്, കണ്ടോ, ഇവിടെ എല്ലാം നിൽപ്പുണ്ട്. എത്ര വിളവെടുത്താലും ഇതിനകത്ത് കാണും. ഇത് തറയിൽ നട്ടേക്കുന്ന ആയതുകൊണ്ട് നമുക്കൊരു 2 കപ്പെങ്കിലും ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ചൂടായതുകൊണ്ട് കരിയിലൊക്കെ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് ഓരോ പ്രാവശ്യം എടുക്കുമ്പോൾ നമ്മളിങ്ങനെ ഒന്ന് കലക്കിയിട്ട് ഓരോ പ്രാവശ്യം എടുക്കാമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗുണമൊക്കെ എല്ലാത്തിനും കിട്ടും. കണ്ടോ, ഇവിടെ എല്ലാം അങ്ങ് നിൽക്കുക, കണ്ടോ, നോക്കിക്കേ, ഇവിടെ എല്ലാം നിൽപ്പുണ്ടേ. പിന്നെ ഇങ്ങോട്ട് നോക്കുകയെന്നുണ്ടെങ്കിൽ കണ്ടത് താഴ്ന്നേ പിടിച്ച് നിൽക്കുക. കണ്ടോ, എത്ര പ്രാവശ്യം വിളവെടുക്കുന്നതെന്നറിയാമോ അതിനകത്ത് നിന്നൊക്കെ. വഴുതനയുടെ വീഡിയോ ഈ അടുക്ക ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഒരു മുട്ടപ്രയോഗമൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ നിങ്ങളങ്ങോട്ട് ചെയ്യാമെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഇഷ്ടം ഈ 2 സ്ലറിയൊക്കെ ഇങ്ങനെ അങ്ങോട്ട് മാറി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ നമുക്ക് ഓരോന്നിനകത്തുനിന്നും വിളവെടുക്കാം. ഇനി നമ്മുടെ ഫ്രൂട്ട്സ് മരങ്ങൾക്കൊക്കെ ഇത് 2 3 കപ്പ് ഇതൊക്കെ ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, എല്ലാത്തിൻ്റെയും ചുവട്ടിലെ കരിയിൽ ഞാനിവിടെ പിന്നെ ചൂലുണ്ടാക്കാനായിട്ട് ഓല എടുത്തപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗമൊക്കെ കൊണ്ടുവന്ന് അതിന് മറവിട്ടിരിക്കുക, പുതയിട്ടിരിക്കുക. നമ്മുടെ മുളകിന് കുറച്ച് കൊടുക്കാം. ഇത് നമ്മുടെ ബുള്ളറ്റ് മുളകാണേ. അത് കുറേ ഞാൻ പറിച്ച് കഴിഞ്ഞു. അതിനിപ്പോൾ ഒരു ക്ഷീണമൊക്കെ കൊണ്ടുവന്ന് നട്ട വെയിലത്ത് നിൽക്കുകയാണത്. ഇതിപ്പം ചെടികൾക്കും പൂച്ചെടികൾക്കും നമ്മുടെ പച്ചക്കറികൾക്കും എല്ലാത്തിനും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അത് നമ്മുടെ വീട്ടിലേക്ക് വേണ്ടുന്ന ചെടികളുടെ അളവിനനുസരിച്ച് വേണം മാത്രം ഇത് ഉണ്ടാക്കാനായിട്ട്. ഒരുപാടൊന്നും ഉണ്ടാക്കി വെക്കരുത്. ഇത് നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന അന്ന് മുതൽ ഒരു 2 ആഴ്ച, ഒരു 15 ദിവസം കൊണ്ട് നമ്മളിത് തീർത്തിരിക്കുക. കാരണം ഇത് ഒരുപാട് ദിവസം ഇരിക്കുമ്പോഴത്തേക്ക് സ്മെല്ല് കൂടും. അടച്ചു വെച്ചില്ല എന്നുണ്ടെങ്കിൽ പുഴുക്കളുടെ ശല്യം ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ ആ പുഴുക്കൾ വലിയ ശല്യക്കാരൊന്നുമല്ല. പിന്നെ നമ്മൾ തെങ്ങിനോ വാഴയ്ക്കോ ഒക്കെ അങ്ങ് ഒഴിച്ചങ്ങ് തീർത്തിരുന്നാൽ മതി. ഇപ്പോൾ ഈ ഇത്രയും അളവിൽ നിങ്ങൾ എടുക്കണമെന്നില്ല. ചെറിയ കൃഷിയേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ കുറഞ്ഞ അളവിൽ ഒരു 1/2 കിലോ ചാണകം എടുക്കുക, ഒരു 1/2 കിലോ വേപ്പ് പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക് ആ രീതിയിലെടുത്ത് കലക്കി വെച്ചിരുന്നിട്ട് അത് എളുപ്പം അങ്ങ് തീർക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ജൈവസ്ലറിയുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ തീർന്നാണെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങളും ഇതേപോലെ നല്ലൊരു വളർച്ച ത്വരകമാണ് ഈ വളമെന്ന് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇതൊക്കെ ഉണ്ടാക്കി പച്ചക്കറി കൃഷി ആദ്യം ചെയ്യുക, എന്നിട്ട് ജൈവസ്ലറി ഉണ്ടാക്കുക, എന്നിട്ട് നല്ല വിഷമില്ലാത്ത പച്ചക്കറികളൊക്കെ കഴിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ല നല്ല ടിപ്സുകളും ട്രിക്സുകളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ അതുപോലെ ഫേസ്ബുക്കിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.